പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1950 ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുന്നത്. ഏകദേശം 74 വർഷങ്ങൾക്ക് മുമ്പ് 1950 മാർച്ച് 9 രാജ്യവ്യാപകമായി റെയിൽവേ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. സാധാരണ ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കേണ്ട അഖിലേന്ത്യാ പണിമുടക്ക് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. അതിനിടയിൽ NK മാധവൻ, വറുദൂട്ടി എന്നീ നേതാക്കളെ പോലീസ് പിടികൂടി ലോക്കപ്പിലിട്ടതിനെ തുടർന്നായിരുന്നു ആക്രമണം. അന്ന് ഏകദേശം 20 വയസ്സുണ്ടാവും സഖാവ് MM ലോറൻസിന്. മീശ കിളിർത്തു വരുന്ന പ്രായം. ഇന്ന് ലോറൻസിനെ മൃതദേഹം അവസാനമായി കാണാൻ ആ ആക്രമണത്തിൽ മരിച്ച മാത്യുവിൻ്റെ മകൻ ജോസ് മാത്യു എത്തി. സങ്കടത്തോടെ സ്നേഹത്തോടെ ലോറൻസ് സഖാവിനെ ഓർത്തു. ലോറൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പിതൃതുല്യനായിരുന്നു. ഒത്തിരി സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ആശുപത്രിയിലായിരുന്നപ്പോഴും പുള്ളിയുടെ മൂത്തവൻ സജിയുടെ വീട്ടിൽ ഞാൻ വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒത്തിരി കാരുണ്യപൂർവ്വം എന്നോട് പെരുമാറിയ വ്യക്തികളിൽ ഒരാളാണ്. ആ എടപ്പള്ളി സംഭവത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചു എങ്കിലും ആ ഒരു എന്താ പറയുക, ആ ഒരവസ്ഥയിൽ അദ്ദേഹവും എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഡ്യൂട്ടി ചെയ്തു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തു. പക്ഷേ ഇത് കഴിഞ്ഞ് 1-2 പ്രാവശ്യം അദ്ദേഹമായിട്ട് വീട്ടിൽ ഞങ്ങൾ വ്യക്തിപരമായിട്ട് സംസാരിക്കാനൊക്കെ ഇടയുണ്ട്. അപ്പോഴൊക്കെ ഒരു പിതൃതുല്യനായ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം കേട്ടപ്പോൾ ബോണി സാറാണ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ആദ്യ സാർ മരിച്ചു. അത് കഴിഞ്ഞ് പുള്ളിയുടെ മോൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു വർഷത്തിൽ എന്തോ ഒരു നഷ്ടബോധമാണ് എനിക്കുണ്ടായി. അച്ഛൻ്റെ എന്താ പറയുക, മരിച്ചടക്കിയ പറവൂർ കോട്ടയ്ക്കാപ്പള്ളിയിലാണ്. അപ്പോൾ അവിടെ ഒരു ഫലകം ഞാൻ വെച്ചിരുന്നു. ഇല്ല, അതൊന്നും ഒരു അപ്പോൾ ആ ഫലകം അവിടെ എന്നോട് പോലും ചോദിക്കാണ്ട് അത് എടുത്തു മാറ്റി. അപ്പം ഞാൻ ലോറൻസ് അങ്കിളിൻ്റെയൊക്കെ വന്നിട്ട് ചോദിച്ചു, ഞങ്ങളിങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഒരു ഫലകം ഉണ്ടായിരുന്നത് പള്ളിക്കാരെടുത്ത് മാറ്റിയിട്ട് അങ്കിളിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പക്ഷേ നോക്കട്ടെ ജോസഫ്, എന്നെ തോളെ തട്ടിക്കൊണ്ടാണ് പറഞ്ഞത്, നോക്കട്ടെ എനിക്ക് ചെയ്യാവുന്ന വിധത്തിൽ എന്തെങ്കിലും വിധത്തിലൊക്കെ ചെയ്തു തരാം. അപ്പോൾ ആ ഒരു എന്താണ് പറയുക, എനിക്കറിയില്ല. ഇപ്പോൾ അദ്ദേഹം എൻ്റെ അച്ഛനോട് വൈരാഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കില്ല അപ്പോൾ ആ ഒരു പുള്ളിക്കെന്തോ എന്നെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മകനെ എൻ്റെ പിതൃതുല്യ സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു വ്യക്തി ഒരിക്കലും ശത്രുവയല്ല. വർഗശത്രു എന്നാൽ വ്യക്തിയല്ല, അത് ആശയമാണ്. ഇതാണ് MM ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഭൂമിയിൽ ബാക്കി വെച്ചത്. താൻ കൂടി ഉൾപ്പെട്ട ഒരു സമരം പിന്നീട് ആക്രമണമായി മാറി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാത്യു കൊല ചെയ്യപ്പെടുമ്പോൾ ഒരിക്കലും ലോറൻസ് കരുതിയില്ല തൻ്റെ അന്ത്യയാത്രയിൽ ആ മാത്യുവിൻ്റെ മകൻ ജോസ് മാത്യു തന്നെ വന്ന് കാണുമെന്നും തന്നെക്കുറിച്ച് 2 വാചകം മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെ അറിയിക്കുമെന്നും. മനുഷ്യത്വവും സ്നേഹവും. ഇടപ്പള്ളി സംഭവത്തിന് ശേഷം ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു ലോറൻസിന്. അന്ന് ലോറൻസിനെ മർദ്ദിച്ച പോലീസുകാരുടെ കൂട്ടത്തിൽ പോലീസ് ഓഫീസറായിരുന്ന സിനിമാ നടൻ സത്യനുണ്ടായിരുന്നു എന്ന ഒരു കഥ ഏറെക്കാലമായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് MM ലോറൻസ് തന്നെ ഇത് തിരുത്തി. ഒട്ടനവധി പേർ തന്നോട് ഫോണിലൂടെയും നേരിട്ടും അത് ശരിയാണോ എന്ന് ചോദിച്ചു. പലർക്കും അറിയേണ്ടിയിരുന്നത് മഹാനടനായ സത്യനാണോ അങ്ങനെ ചെയ്തത്, സത്യൻ അത്ര ക്രൂരനായിരുന്നോ എന്നൊക്കെയാണ്. എന്തായാലും എറണാകുളം നഗരത്തിലൂടെ എന്നെ മർദ്ദിച്ചു കൊണ്ടുപോയവരിൽ സത്യനുള്ളതായി താൻ ഓർക്കുന്നില്ല എന്നാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്ന ആത്മകഥയിൽ ഉള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ MM ലോറൻസിനെ കുറിച്ച് നമ്മൾ പലതവണ പലകുറി കേട്ടിട്ടുണ്ട്. തോട്ടിപ്പണിയെടുക്കുന്നവർക്ക് വേണ്ടി ശബ്ദിച്ച തൊണ്ടയായിരുന്നു MM ലോറൻസിൻ്റേത്. പല കാലങ്ങളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച, തൊഴിലാളികൾക്ക് വേണ്ടി, അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി 75 വർഷത്തിലധികം കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ച MM ലോറൻസിനെ അവസാനമായി കാണാൻ എത്തിച്ചേർന്നത് നിരവധി പേരാണ്. മുഖ്യമന്ത്രിയും കൊച്ചിയിലെ തൊഴിലാളികളുമെല്ലാം ലോറൻസിനോട് അവസാനമായി ചേർന്നു നിന്ന കാഴ്ചയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ആദ്യം കണ്ടത്.
അണമുറിയാതെ ഇടമുറിയാതെ സാധാരണ പാർട്ടി പ്രവർത്തകരും അണികളും ലോറൻസ് ഏട്ടനെ സ്നേഹിച്ചവരും ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. വരിവരിയായി, പലപ്പോഴും ജാഥയായി. ഈ രാഷ്ട്രീയ കാഴ്ചയുടെ നിറം കെടുത്തുന്നതായിരുന്നു ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു നൽകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള കാഴ്ചകൾ. പള്ളിയിൽ സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാൻ ഉത്തരവിടുന്നു. തൊട്ടുപിന്നാലെ ഗാർഡ് ഓണർ നൽകി സർക്കാർ ഔദ്യോഗിക ബഹുമതി നൽകുന്നു. CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അന്ത്യാഭിവാദ്യം നൽകുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന്. അതിനിടെയാണ് ആശാ ലോറൻസ് എത്തുന്നത്. മൃതദേഹം വെച്ച ഫ്രീസറിനോട് ചേർന്ന് നിന്ന് അവർ വാവിട്ട് കരയുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. ഒരു ഭാഗത്ത് ജന്മം നൽകിയ മകൾ, മറുഭാഗത്ത് ജീവിതം കൊണ്ട് തൊട്ടുപിടിച്ച് ചേർത്തു നിർത്തിയ അസംഘടിത തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികൾ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ സഖാവിന് മുദ്രാവാക്യങ്ങളാൽ യാത്രാമൊഴി. അരമണിക്കൂർ സമയം അങ്ങനെ നീങ്ങി. ശേഷം ചിലരെത്തി ആശയെയും ചെറുമകനെയും മാറ്റി. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവസാന നാളുകളിലും സമരരംഗത്ത് നിന്നയാളുടെ അനാരോഗ്യം വകവയ്ക്കാതെ ഉപദ്രവിക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് പിന്തുണയായി സമരത്തിനൊപ്പം നിന്ന പൊതുപ്രവർത്തകന്റെ, കൊച്ചിയിലെ തൊഴിലാളികളെ പതിറ്റാണ്ടുകൾ സംഘടിപ്പിച്ച നേതാവിൻ്റെ അന്ത്യയാത്ര ഒടുവിൽ ആരും പ്രതീക്ഷിക്കാത്ത വിധം നാടകീയമായി. തൻ്റെ അച്ഛനെ അമ്മയ്ക്കൊപ്പം അടക്കണമെന്നാണ് ആഗ്രഹമെന്ന് മകൾ ആശാ ലോറൻസ്. എന്നാൽ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അച്ഛൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് ആണ് ആഗ്രഹമെന്ന് മകൻ. മകൻ്റെയും മകളുടെയും തർക്കത്തിനിടയിൽ പെട്ടുപോയി അല്പസമയമെങ്കിലും ആളുകൾ.
ഒടുവിൽ ഹൈക്കോടതി ഉത്തരവ് വരാൻ വരെ തീരുമാനിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അനാട്ടമി ആക്ട് പ്രകാരം അനാട്ടമി വിഭാഗത്തിന് ഇനി തീരുമാനമെടുക്കാം ഇനി എന്ത് ചെയ്യണം എന്ന്. നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. ഒപ്പം ലോറൻസിന്റെ മകൾ ആശ ലോറൻസും നമുക്കൊപ്പമുണ്ട്. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ മട്ടന്നൂർ, വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളാണ്. അത്യന്തം നാടകീയമായിരുന്നു ലോറൻസിന്റെ വിടവാങ്ങൽ. ഒരിക്കലും ലോറൻസ് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു വിടവാങ്ങലായി പോയി. അത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അന്ത്യയാത്രയ്ക്കിടെയാണ് ഇത്തരം നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് ലോറൻസ് വിടവാങ്ങിയത്. അതിനുശേഷം ഇന്നാണ് ഈ പൊതുദർശനമടക്കമുള്ള പരിപാടികൾ നിശ്ചയിച്ചത്. രാവിലെ മകൻ്റെ കടവന്ത്രയിലെ വീട്ടിലും അതിന് പിന്നാലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനം നടത്തി. അതിനുശേഷം 9 മണിയോടെ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിന് മൃതദേഹം കൊണ്ടുവന്നു. അവിടെ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ മുതിർന്ന CPM നേതാക്കൾ, മറ്റ് വിവിധ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനിടയിലാണ് ഇത്തരത്തിൽ ഇന്നലെ തന്നെ ഈ മകളായ ആശ ലോറൻസ് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായും ഒക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെ താൻ നടപടി എടുക്കുമെന്നും അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചു എന്നൊരു വാർത്ത വരുന്നത്. അതായത് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ പാടില്ല, പകരം തൻ്റെ അമ്മയെ അടക്കം ചെയ്ത കല്ലൂർ കത്രിക്കടവിലെ പള്ളിയിൽ തൻ്റെ പിതാവിനെയും അടക്കം ചെയ്യണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ഇതിന് പിന്നാലെ ഈ കോടതി ഈ വിഷയം ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നു. അതിനുശേഷം കോടതി ഒരു തീരുമാനത്തിലെത്തുന്നു. അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുക. അവിടെ അനാട്ടമി ആക്ട് പ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഈ വിഷയം തീർപ്പാക്കുകയും ചെയ്തു. 4 മണിക്കാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ തീരുമാനിച്ചത്. ഏതാണ്ട് 3:30 ഈ ഗാർഡ് ഓഫ് ഓണർ നടക്കുന്നു. പോലീസും അതോടൊപ്പം തന്നെ CPM പ്രവർത്തകരും റെഡ് വോളണ്ടിയേഴ്സും ഒക്കെ തന്നെ ഈ ഗാർഡ് ഓഫ് ഓണറിൽ അവിടെ ഒപ്പമുണ്ടായിരുന്നു. ഈ ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ആശ ലോറൻസ് മൃതദേഹത്തിന് അരികിലേക്ക് എത്തുന്നത്. അവർ മൃതദേഹത്തിന് മുകളിൽ അവർ കെട്ടിപ്പിടിച്ച് അവർ കരയുന്ന ദൃശ്യമായിരുന്നു നമ്മൾ പിന്നീട് കണ്ടത്. ഏറെ നേരം അങ്ങനെ പോയി. ഏതാണ്ട് 4 മണിയോട് അടുപ്പിച്ച് സമയമായി. അതിന് പിന്നാലെ ഈ അടുത്ത ബന്ധുക്കൾ, ഈ ആശ ലോറൻസിനൊപ്പം അവരുടെ മകൻ മിലാൻ അടക്കമുള്ള ആളുകളും ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ മറ്റു ബന്ധുക്കൾ അവരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന ദൃശ്യം കണ്ടു. അതിനിടയിൽ ഈ പോലീസും റെഡ് വോളണ്ടിയേഴ്സും മറ്റും ചേർന്ന് ഈ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ വാവിട്ട് കരയുന്നുണ്ട്. അതിനിടയിൽ ഇവർ താഴെ വീഴുന്നു. മകൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലോറൻസിൻ്റെ മറ്റൊരു മകളായ സുജാതി അടക്കമുള്ളവരുമുണ്ട്. ഇവരൊക്കെ തന്നെ ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ലോറൻസിൻ്റെ മകനായ സജീവൻ പറയുന്നത്, നേരത്തെ തന്നെ ഈ കാര്യം അച്ഛൻ ഇത്തരം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്, തന്നോടും മറ്റും ഈ കാര്യം പറഞ്ഞതാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലോറൻസ് ഇത്തരത്തിൽ തൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണം എന്നൊരാഗ്രഹം പറഞ്ഞതാണ്. ഇത് പ്രകാരം താൻ ആ കാര്യം പാർട്ടിയെ അറിയിക്കുകയും പാർട്ടി അതിനുള്ള ക്രമീകരണം നടപ്പാക്കുകയുമാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, മറ്റൊരു ആരോപണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആശ ലോറൻസിന് പിന്നിൽ RSS ആണ്, അത്തരമൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിന് പിന്നിൽ ഉള്ളത് എന്നും പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ അന്ത്യകാലത്ത് ലോറൻസിനെ പരിചരിക്കാൻ പോലും ഈ ആശ ലോറൻസ് എത്തിയിട്ടില്ല എന്നും മകൻ ആരോപിക്കുന്നുണ്ട്.